Hello friends, welcome to channel. Good afternoon, channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പോസ്റ്റ് പേ കാർഡിനെ കുറിച്ചാണ്. പോസ്റ്റ് പേ കാർഡിനെ നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ നമ്മൾ മുമ്പിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ്ങും അതുപോലെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് പേ ആപ്പിനെ കുറിച്ച് അറിയാത്തവർ അതുപോലെ പോസ്റ്റ് പേ കാർഡിനെ കുറിച്ച് അറിയാത്തവർ എന്ന് പറഞ്ഞാൽ ഒരു പേ ലേറ്റർ ആപ്പാണ് വിത്ത് ഒരു വിസ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവർ. അത് SBM ബാങ്ക് ത്രൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. SBM ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്ന് പറഞ്ഞൊരു ബാങ്കാണ്, ഇൻ്റർനാഷണൽ ബാങ്കാണ്. അത് അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI അപ്രൂവ്ഡ് ഒരു ബാങ്കാണ് ഇന്ത്യയിലത്തെ. അപ്പോൾ അവരാണ് നമുക്ക് ഈ ക്രെഡിറ്റ് ലിമിറ്റും കാർഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. SBM ബാങ്കിൻ്റെ കാർഡാണ് നമുക്ക് കിട്ടുക. അതും വിസയുടെ കാർഡാണ് കിട്ടുക കേട്ടോ. നമുക്ക് NFC സപ്പോർട്ടും വൈഫൈ സപ്പോർട്ടും എന്ന് പറയുന്ന പോലെ NFC സപ്പോർട്ടാണ് ശരിക്കും അതിൻ്റെ പേര്. അപ്പോൾ NFC സപ്പോർട്ടൊക്കെയുള്ള കാർഡാണ്. അത് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ ഉപയോഗിക്കാം. അതാണ് എൻ്റെ പ്രത്യേകത. നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓൾമോസ്റ്റ് ഒരു 95% വേണമെങ്കിൽ അത് നമുക്കൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബിൽ പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിന് ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ഇപ്പോൾ 1 month കഴിഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ മാസത്തെ എൻ്റെ ബില്ലടക്കാനാണ് പോകുന്നത്. അതിൻ്റെ കുറേ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ റിഡീം ചെയ്യാനൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു കാർഡ് ശരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ലിമിറ്റ് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ പോലെ അതും ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ആ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യേണ്ട. ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേജിലേക്ക് എത്തിക്കോളും. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ BSNL ഫൈബറിൻ്റെ കുറിച്ചും ഫൈബർ ബ്രോഡ്ബാൻഡ്സുകളെ കുറിച്ചും ഓട്ടോമൊബൈൽസിനെ കുറിച്ചും ടെക്സിനെ കുറിച്ചും ന്യൂ അപ്ഡേറ്റ്സ് ഓഫ് ടെക്നോളജിനെ കുറിച്ചും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോം അപ്ലയൻസസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഡെയിലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് നമ്മൾ പോസ്റ്റ് പേ കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി അതിനെ കുറിച്ച് നമുക്ക് എൻ്റെ ആപ്പിലേക്ക് പോകാനായിട്ട് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ ഞാൻ പറഞ്ഞുതരാം പോസ്റ്റ് പേ കാർഡിനെ കുറിച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ SBM ബാങ്കാണ് ഇത് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്നാണ് SBM ബാങ്കിൻ്റെ ഫുൾ ഫോം കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് വെച്ചാൽ നമുക്കൊരു ലിമിറ്റാണ് കിട്ടുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരു സ്പെഷ്യൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഫീച്ചറായിട്ട് തോന്നി. നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഒരു ബിൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് വെച്ചാൽ നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് 50 ദിവസം 40 ദിവസമൊക്കെയാണ്. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേ ലേറ്റർ ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 35 days ആണ് കിട്ടുന്നത്. അപ്പോൾ 30 days ആയി കഴിഞ്ഞാൽ ബിൽ ജനറേറ്റ് ആവും. നമുക്ക് ബാക്കിയുള്ള 5 daysനുള്ളിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള നമ്മളെല്ലാ പേയ്മെൻറ്റും 30-ാം തീയതി 31-ാം തീയതി രാത്രി നമുക്ക് ബിൽ ജനറേറ്റ് ആവും. അതിട്ട് അടുത്ത മാസം 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഒരു 35 ദിവസമാണ് നമുക്ക് ഫുൾ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ ആ മാസം നമുക്ക് 2000 രൂപ നമ്മൾ ചിലവാക്കേണ്ടി വരിക. അപ്പോൾ 2000 രൂപയുടെ നമുക്ക് വേണമെങ്കിൽ EMI ആക്കാം. അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് ഈ ആപ്പിലുണ്ട് കേട്ടോ. നമുക്ക് ക്രെഡിറ്റ് കാർഡിലും കാര്യത്തിലും അങ്ങനെ പറ്റില്ല. ടോട്ടൽ പേയ്മെൻറ്റൊക്കെ EMI ആക്കാൻ ഭയങ്കര പാടാണ്. അതും ലിമിറ്റഡ് കാർഡ്സുള്ള പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതും 3000-ൻ്റെ മുകളിലായ തന്നെ. ഇതിനങ്ങനെ ഇല്ല. നമുക്ക് ടോട്ടൽ പേയ്മെൻറ്റ് എത്ര ആയാലും നമുക്കത് EMI ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു നമുക്ക് നോർമൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ പോലെ തന്നെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ആപ്പിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു 2400 രൂപ സംതിങ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അത് ഓൾറെഡി ബില്ല് ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. പക്ഷേ ഞാൻ ആ EMIൻ്റെ ഓഫർ വന്നതിൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതൊക്കെ. അതെനിക്കൊരു വെറൈറ്റി ഫീച്ചറായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ ആപ്പ് ത്രൂ തന്നെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. പോസ്റ്റ് പേയുടെ ആപ്പ് ത്രൂ തന്നെയാണ് നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ആപ്പാണ്. ഭാരത് പേൻ്റെ ഒരു സബ് ബ്രാൻഡാണ് പോസ്റ്റ് പേ എന്ന് പറയുന്നത്. ഭാരത് പേ ഒരു കാര്യമായിരിക്കും. ഭാരത് പേ QR എന്നൊക്കെ എന്ന് വെച്ചാൽ UPI കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇതിൻ്റെ നമ്മുടെ UPI ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റീസെൻ്റ്ലി നിങ്ങൾക്ക് പിന്നെ ഏറ്റവും പരിധി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുക നമ്മളെ T20 വേൾഡ് കപ്പ് ഇപ്പോൾ നടന്ന സംഭവം മെയിൻ സ്പോൺസറായിരുന്നു പോസ്റ്റ് പേ. അപ്പോൾ അത്ര വലിയൊരു എന്താ പറയുക ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അത്ര ചീപ്പായിട്ട് കാർഡും ഞാൻ ആക്ച്വലി വേണമെങ്കിൽ കാണിച്ചു തരാം. എന്തായാലും ഞാൻ കാർഡ് നമ്മുടെ ആപ്പിൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിൽ ആപ്പിൽ നമ്മൾ എങ്ങനെ ബില്ലടക്കുന്ന സമയത്ത് ഞാൻ കാർഡ് കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് കാർഡാണ്. സ്പെഷ്യാലിറ്റി കാർഡ് നല്ല ഒരു ബ്ലാക്ക് കാർഡാണ്. NFC കാര്യങ്ങളും എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ നമുക്കൊരു 30-35 days ആണ് ഒരു ഗ്യാപ്പ് കിട്ടുക നമുക്ക് പേ ചെയ്യാൻ. നമുക്ക് വിസ കാർഡാണ്. എന്തിലും വേണമെങ്കിൽ പേ ചെയ്യാം. ഓഫ്ലൈൻ ഓൺലൈൻ ചെയ്യാം. നമുക്ക് ആപ്പിൽ അതിൻ്റെ കൺട്രോൾസ് ഫുൾ ഉണ്ട്. ശരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് NFC ഓണാക്കാം, ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓണാക്കാം, ഓഫാക്കാം, ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഓണാക്കാം, ഓഫാക്കാം, UPI ഓണാക്കാം, ഓഫാക്കാം. പിന്നെ അതിൻ്റെ ആപ്പിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഒരു ഫീച്ചർ ഉണ്ട്.
നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഫുൾ വേണമെങ്കിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ചെറിയ ഇൻട്രസ്റ്റ് പ്രോസസ്സിംഗ് ചാർജ് വെച്ചിട്ട് അത് ഭയങ്കര കുറവ് വരില്ല കേട്ടോ. ഭയങ്കര ചെറുതാണ്. സംതിങ് ഇപ്പോൾ 1000 രൂപ വെച്ച് കഴിഞ്ഞാൽ 65 രൂപ സംതിങ് ഒക്കെയാണ് പ്രോസസ്സിംഗ് ചാർജ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉള്ളൊരു നല്ലൊരു ആപ്പാണ്. അപ്പോൾ എനിക്ക് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡേയ്സ് ആയിട്ടുള്ള ആക്ച്വലി ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ആപ്പിലേക്ക് പോകാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ നമുക്ക് പോസ്റ്റ് പേ കാർഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഡിംഗ് പ്ലേസ് വന്നിട്ട് കാണിക്കും. നമുക്ക് ഫസ്റ്റ് പേജായിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഹോം പേജ് വരിക. അപ്പോൾ വെൽക്കം ബാക്ക് എൻ്റെ പേര് ഇത് വന്നിട്ടുണ്ട്, പോസ്റ്റ് പേ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ലിമിറ്റ് എനിക്ക് 20,000 ലിമിറ്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മാസം ഓൾമോസ്റ്റ് ഒരു 3000 രൂപ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. കഴിഞ്ഞ മാസം നമ്മൾ 2400 സംതിങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കും. പിന്നെ ഓഫേഴ്സ് കാണിക്കും. നമുക്കിപ്പോൾ ഈ 2900 ഉപയോഗിച്ചാൽ നമുക്ക് 34 രൂപ ക്യാഷ് ബാക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ക്യാഷ് ബാക്ക് കിട്ടും. നമുക്ക് ഇത് നമ്മുടെ UPI നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ഉപയോഗിക്കാനുള്ളതാണ്, പവേർഡ് ബൈ ഭാരത് പേ. പിന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് അല്ലെങ്കിൽ സെലക്ട് ആണ് അക്കൗണ്ട്. ഞാനിത് ഓൾറെഡി എൻ്റെ നമ്മുടെ അക്കൗണ്ട്സുകൾ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പോസ്റ്റ് പേ ഇപ്പോൾ ഈ അക്കൗണ്ട് വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ടു യുവർ ബാങ്ക് ആണ്, ടു ഫോൺ നമ്പർ ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, സെലക്ട് ആണ് അക്കൗണ്ട്. പിന്നെ നമുക്ക് ഇതായിട്ട് നമ്മുടെ കാർഡ് സെക്ഷൻ വരിക. അപ്പോൾ നമുക്കിവിടെ കാർഡ് കാണിക്കും. അപ്പോൾ നമുക്കിവിടെ കാർഡ് സെറ്റിങ്സ് ഫുൾ കാണിക്കാൻ പറ്റും. കോൺടാക്ട്ലെസ്, POS, ഓൺലൈൻ, പെർ ട്രാൻസാക്ഷൻ, ഇനാക്റ്റീവ്. നമുക്കിത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓണിയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. നമുക്കിവിടെ റീസെറ്റ് കാർഡ് പിന്നെ റീസെറ്റ് ചെയ്യാം ഇവിടെ. പിന്നെ നമ്മളിപ്പോൾ ആക്ച്വലി പറയാൻ വന്നത് നമുക്ക് ക്ലിയർ ഡ്യൂസ് എങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ഇതിൻ്റെ അവിടെ. ഇത് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്താൽ ഇതുപോലെ തന്നെ കാണാം, പക്ഷേ ചെറിയ ഡിഫറൻസ് ഉള്ളിലേക്ക് വരുമ്പോഴാണ് അറിയാം. അപ്പോൾ നമ്മുടെ ഇത് ലേറ്റ് പേ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ലിമിറ്റ് വന്നിട്ടുണ്ട് 2000 രൂപ. 20,000 രൂപ അവൈലബിൾ ലിമിറ്റ് ഇനി 17 സംതിങ്. യൂസ്ഡ് 2941. സ്പെൻഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റീപേയ്മെൻറ്റ് ഞാനിപ്പോൾ ഫ്യൂച്ചർ EMI ഒന്നും എടുത്തിട്ടില്ല. പ്രീവിയസ് ബാലൻസ് 0 ആണ്. റീപേയ്മെൻറ്റ് ഞാൻ എന്താണ് കഴിഞ്ഞ മാസം ഉണ്ട് 2468 നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്തത്. ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു, 2-3 ദിവസം മുമ്പ് ചെയ്തിട്ടുള്ളൂ. ലേറ്റ് ഫീയും കാര്യങ്ങളും ഡ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ക്ലിയർ ഡ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പേജിലേക്ക് എത്തും. അപ്പോൾ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് വരും. ഇത് നമുക്ക് വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ ഇത് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ, പേജ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴും നമുക്ക് കുറച്ച് ആണെങ്കിൽ കുറച്ച് എമൗണ്ടൊക്കെ പേ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഓൾറെഡി ഇപ്പോൾ 31-ാം തീയതി ആയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് അപ്പോൾ ഇങ്ങനെയാണ് വരിക. നമ്മൾ ആ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ഒന്ന് കാണിക്കാം കേട്ടോ. യുവർ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ December 1 to December 30 സ്പെൻഡ് 2400 നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് 2468. ഇത് കണ്ടു നമുക്ക് പേ ബൈ June 15 വരുന്നത്. അവോയ്ഡ് ലേറ്റ് ഫീ എന്ന് കാണിച്ചിട്ടുണ്ട്. ഉണ്ട് നമുക്ക് ഈ എമൗണ്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, കൺവേർട്ട് ടു EMI. അതും 6 month 8 month വരെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ എന്താ പറയുക, ഈ നമ്മുടെ ഇതിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ഈ ക്യാഷ് ബാക്ക് വന്നിട്ടില്ലേ, അത് നമുക്ക് ആ സമയത്ത് തന്നെ റിഡീം ചെയ്യാം കേട്ടോ. അപ്പോൾ ഈസിയാണ്. ഇങ്ങനെ ക്ലിയർ ഡേ കൊടുക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ ഫുൾ പേ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ UPI നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം. എല്ലാം എക്സ്ട്രാ ചാർജ് ഒന്നും വരില്ല. ഞാൻ ആക്ച്വലി ഗൂഗിൾ പേ ചെയ്തത്. അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആയി, നമുക്ക് അപ്പോൾ തന്നെ മെസ്സേജ് വന്നു, അപ്പോൾ തന്നെ ഇതിലും ക്രെഡിറ്റ് ആയി. അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് ചെയ്യാം. പിന്നെ ഓഫേഴ്സുകളുടെ കാര്യം, ഇപ്പോൾ ഓഫേഴ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഓഫേഴ്സിൽ ഇപ്പോൾ ഫസ്റ്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻ 50% ഡിസ്കൗണ്ട് ഉണ്ട് പോസ്റ്റ് പേയുടെ. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ 50% ഉണ്ട്. സ്വിഗ്ഗിയിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും 30% ഓഫർ ഉണ്ട്. ബുക്ക് മൈ ഷോപ്പിലും നമുക്ക് ബൈ 1 get 1 ഫ്രീ എന്ന ഓഫർ വന്നിട്ടുണ്ട്. അതുപോലെ ടാറ്റ ക്ലിക്കിൽ 10% ഓഫർ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഈസി ഡിന്നർ നമുക്ക് ആക്ച്വലി കേരളത്തിലില്ല. അപ്പോൾ ഓരോ ഓഫേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. എക്സ്ക്ലൂസീവ് ഓഫറായിട്ട് എന്താ പറയുക, ഫാർമസിയിലുണ്ട്, റെഡ് ബസ്സിൽ, ഓയോയിൽ, ബോട്ടിൻ്റെ സൈഡിൽ, മിന്ത്രയിൽ 200 ഓഫ്, സാംസങ്ങിൻ്റെ ടാറ്റ 1MG Z5 സബ്സ്ക്രിപ്ഷനിൽ 50% ഓഫ്. അതുപോലെ ഫസ്റ്റ് ക്രൈയിൽ, ബിഗ് ബാസ്ക്കറ്റിൽ, തനിഷ്കിൻ്റെ സൈഡിൽ, booking.com, medibuddy.com, ടാറ്റ സ്കൈയിൽ, ലിനോവോ, കുറേ ഉണ്ട്. ട്രക്കൽ ജോയാൽ, കല്യാണത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പേപ്പർ ഫ്രൈയിൽ, സൂം കാറിൽ കുറേ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഈ സ്വിഗ്ഗിയിലൊക്കെ അത് ഓൾമോസ്റ്റ് ഓൾ ടൈമിലുണ്ട്. ഞാനിപ്പോൾ സ്വിഗ്ഗിയിൽ തന്നെ ഇപ്പോൾ കുറേ വട്ടം ഉപയോഗിച്ചു. 1 time യൂസ് മാത്രമൊന്നും അല്ല കേട്ടോ, സ്ഥിരമായിട്ട് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഇതങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മൾ ആക്ച്വലി പറയാൻ വന്നത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയത് അപ്പോൾ തന്നെ റിഡീമും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് EMI ആയിട്ട് കൺവേർട്ടും ചെയ്യാം. അതും ഏത് എമൗണ്ട് ആണെങ്കിലും നമുക്ക് EMI കൺവേർട്ട് ചെയ്യാം. അതാണ് എനിക്കൊരു പ്രത്യേകമായിട്ട് തോന്നിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പേ ലെറ്റർ ആപ്പാണ്. അതുപോലെ പേ ലെറ്റർ കാർഡാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. നമ്മളെന്തായാലും ഒരു റെഫറൽ ലിങ്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് കയറിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. മോസ്റ്റ്ലി എനിക്കൊക്കെ അപ്ലൈ ചെയ്ത ആ സമയത്ത് തന്നെ കാർഡ് ആക്റ്റീവായിട്ട് അതിൻ്റെയായിരുന്നു. ചിലവർക്ക് കുറച്ച് KYC കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. മോസ്റ്റ്ലി എല്ലാവർക്കും അപ്പോൾ തന്നെ ആക്റ്റീവ് ആവും. മോസ്റ്റ്ലി ചിലവർക്ക് ഒന്നെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആവും, അല്ലെങ്കിൽ KYC ഡീറ്റെയിൽസൊക്കെ ചോദിക്കും ചിലപ്പോൾ. ഡിപ്പെൻസ് ആണ് നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട്.
അപ്പോൾ താല്പര്യമുള്ളവരുടെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ആമസോണിൻ്റെ നമ്മളൊരു സ്റ്റോറും തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അസോസിയേറ്റിൻ്റെ സ്റ്റോർ. അപ്പോൾ അതും ചെക്ക് ചെയ്യാൻ മറക്കണ്ട, നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറേ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയും നമ്മുടെ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകളുടെയും എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.